ലയോ 13 മാർപ്പാപ്പ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അയോഗ്യരായ നമ്മുടെ പ്രാർത്ഥനകളെയൊക്കെ സ്വർഗം അപ്പടി സ്വീകരിക്കണമെന്നില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് സ്വർഗത്തിന് സ്വീകരിക്കാതിരിക്കാനാവില്ല, അനുഗ്രഹങ്ങൾ നൽകാതിരിക്കാനും. മറിയമെന്ന വാക്കിനർത്ഥം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടവൾ എന്ന. ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ദൈവം വിളിക്കുമ്പം ചുറ്റുപാടിലേക്ക് എന്നിലൂടെ അത്ഭുതകരമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. മോശയുടെ ദൈവവിളിയിൽ വിക്കനായിരുന്നിട്ടും കുറവുകളേറെ ഉണ്ടായിരുന്നിട്ടും ഒരുപാട് അപരാധങ്ങൾ ചാർത്തപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരു വിശുദ്ധീകരണം മലയിൽ സാധ്യമായി കഴിയുമ്പം അത്ഭുതത്തിൻ്റെ മനുഷ്യനായി 40 വർഷം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ കൊണ്ടു നടക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയെയും ബൈബിളിൽ നമ്മൾ കാണുന്നത് ഈ വിശുദ്ധീകരണ കർമ്മത്തിലൂടെ വിളിയോട് വിശ്വസ്തത പുലർത്തിയപ്പോൾ അത്ഭുതമായി മാറിയതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിളിയെന്നൊക്കെ പറയുന്നത് ചുറ്റുപാടുമുള്ള ആർക്കെങ്കിലുമൊക്കെ നമ്മളിലൂടെ അനുഗ്രഹം കിട്ടുക. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ 3 നമ്മൾ വായിക്കുന്നുണ്ട്, നിലവിളിക്കുത്തരമായിട്ടാണ് ഓരോ വിളിയും. അത് സന്യാസത്തിലേക്കും അത് പൗരോഹിത്യത്തിലേക്കും അത് കുടുംബജീവിതത്തിലേക്കുമൊക്കെയും ഈ നിലവിളികൾ പൂർത്തീകരിക്കപ്പെടാതെ ഉത്തരമായി എൻ്റെ വാക്കും എൻ്റെ ചിന്തയും എൻ്റെ പ്രവൃത്തികളും മാറാതിരുന്നാൽ അപകടമുണ്ട് എന്നറിയണം. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ എന്നുള്ള ചെറുകഥയുണ്ട്. മരിക്കാൻ തീരുമാനമെടുത്തൊരു മനുഷ്യൻ അവസാനം വിഷമൊക്കെ വാങ്ങിയിട്ട് ഒരു സിനിമ കണ്ട് മരിക്കാം എന്ന് കരുതി ഒരു സിനിമാ തിയേറ്ററിൽ തിരക്കൊഴിഞ്ഞ ഇടത്ത് സ്ഥലം പിടിച്ച് സിനിമ കാണാൻ വേണ്ടി റെഡിയായിരിക്കുന്നു. സിനിമ ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഏതാനും നാടോടി കുട്ടികൾ ഇയാളിരുന്നതിൻ്റെ അരികിൽ വന്നിരുന്നു. ശല്യമാണ് എന്നൊക്കെ അയാൾക്ക് തോന്നി. ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി വന്ന എന്നെ ഒരു ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ തോന്നി. അവരിങ്ങനെ കലവല സംസാരിച്ചു കൊണ്ടിരുന്നു. മലയാളം സിനിമ തുടങ്ങി അധികം കഴിയും മുമ്പേ ഭാഷയറിയാത്ത ഈ നാടോടി കുട്ടികളിൽ ആരൊക്കെയോ അങ്കിളെ അതെന്നതാ, അദ്ദേഹം എന്താണ് ആ സീനിൽ കണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെയും അവർ സിനിമയുടെ കഥ ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ സിനിമയുടെ ആദ്യന്തം കഥ പറയേണ്ട കർമ്മം ഇദ്ദേഹം ഏറ്റെടുക്കുകയും എങ്കിലും കഥയെല്ലാം പറഞ്ഞ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം മരിക്കാൻ തീരുമാനമെടുത്ത് വിഷക്കുപ്പിയുമായിട്ട് പോകുന്ന ഇയാളോട് നാടോടി കുട്ടികൾ അരികിൽ വന്നിട്ട് സ്നേഹപൂർവ്വം ചോദിക്കുക, അങ്കിളെ ഇനി എന്നാ അങ്കിള് സിനിമ കാണാൻ വരുന്നേ? അങ്കിള് വരുമ്പം ഞങ്ങളും സിനിമയ്ക്ക് വന്നാൽ അങ്കിൾ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമോ? പ്രിയപ്പെട്ടവരെ, ടി പത്മനാഭൻ തൻ്റെ കഥ അവസാനിപ്പിക്കുമ്പം ഈ മരിക്കാൻ തീരുമാനമെടുത്ത് വിഷക്കുപ്പിയുമായി പോയവൻ മരിക്കണ്ട എന്ന് തീരുമാനമെടുത്തു എന്ന് കുറിച്ചു വയ്ക്കുന്നു. ഓരോ വിളിയുടെ പുറകിലും ദൈവം ചേർത്തു വെച്ച നിയോഗത്തെ പൂർത്തീകരിക്കാൻ നമുക്കായാൽ നമ്മുടെ ജീവിതം ഒരത്ഭുതകരമായ ജീവിതമായി മാറും. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ബന്ധനമില്ലാതെ, അത് പാപത്തോടും ലോകത്തോടും പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടതിനോടും കെണിയിൽപ്പെടാതെ കുരുക്കിലാകാതെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ വിളിച്ച വിളിയോട് വിശ്വസ്തയോടുകൂടെ 100% ആത്മാർത്ഥതയോടെ നമുക്ക് വ്യാപരിക്കാൻ കഴിയണം. ബർണാഡ് പുണ്യവാൻ്റെ വാക്കുകളുണ്ട്, എല്ലാം മറിയത്തിലൂടെ ലഭിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വിളിവഴികളെ വിശ്വസ്തയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അമ്മ എന്ന ഈ അത്ഭുതത്തിൻ്റെ ജീവിതത്തെ നാം ധ്യാനിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പം നമ്മുടെ ജീവിതവും ആർക്കെങ്കിലുമൊക്കെ വിളിക്കിണങ്ങുന്ന വിധം വെളിച്ചം കൊടുക്കുന്ന ജീവിതമാകും. അതിനായി പ്രാർത്ഥിക്കാം. അമ്മ മാധ്യസ്ഥം വഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.